ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു വോൾ ഡെക്കർ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ ഒരു ഫ്രീ ടെംപ്ലേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു ലീഫിൻ്റെ. അപ്പോൾ അത് ഞാൻ പോയിട്ട് എടുക്കുകയാണ്. അതിന് ഞാൻ എൻ്റെ ഐപാഡിൽ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ഫോട്ടോസിൽ കൊടുത്തു. അപ്പോൾ നമുക്കത് ഡൗൺലോഡായിട്ട് ഐപാഡിൽ ഗാലറിയിൽ വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന ഗാലറി പോയിട്ട് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസ് എടുത്തിട്ട് അതിൻ്റെ മോർ ഓപ്ഷനിൽ പ്രിൻ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് കാണാം. അപ്പോൾ നമ്മൾ ആ പ്രിൻ്റ് ചെയ്യുന്ന ഓപ്ഷന് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ പ്രിൻ്ററുമായിട്ട് അത് കണക്റ്റ് ആവും. ഞാൻ യൂസ് ചെയ്യുന്ന HP-യുടെ ഓൾ ഇൻ വൺ പ്രിൻ്ററാണ്. അതിൻ്റെ ഫുൾ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഹോംലി യൂസിനൊക്കെ പറ്റിയ പ്രിൻ്ററാണ്. ഞാനിത് കാർട്രിഡ്ജ് റീഫിൽ ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ പ്രിൻ്റ് എടുത്ത ടെംപ്ലേറ്റ്സിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഫോം ഷീറ്റിൻ്റെ മേലെ വെച്ചിട്ട് ആ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കും. നിങ്ങൾ പ്രിൻ്റർ ഇല്ലാത്ത ആൾ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഫോം ഷീറ്റിൽ വരച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് കാർഡ്ബോർഡ് എടുത്തിട്ട് കാർഡ്ബോർഡ് ഫ്രെയിം ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതിങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ കാർഡ്ബോർഡ് ഫ്രെയിമിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ലീഫ് സെൻറ്ററിൽ വെച്ചിട്ട് എല്ലാ സൈഡിൽ നിന്നും 1 ഇഞ്ച് സൈസ് രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രെയിമിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഏത് പേപ്പറിലാണോ ഫ്രെയിം ഏത് കളറിലാണോ വേണ്ടത് അത് കൊടുക്കാം. ഇവിടെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു മോഡൽ പ്രിൻ്റ് എടുത്തിട്ടാണുള്ളത്. അതിനോട് മാച്ചിങ് ആയിട്ട് പിന്നെ അത് ഞാനങ്ങനെ അതിൻ്റെ ബാക്ക് സൈഡായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫുള്ള് ഗ്ലൂ ചെയ്തിട്ട് അതിൻ്റെ സൈസിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഫ്രെയിമിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ സെൻറ്ററിൽ കാർഡ്ബോർഡ് കട്ടൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തേ. ബട്ട് പിന്നെ എനിക്കത് ആ ലീഫിനെ അതിൻ്റെ മേലെ തന്നെ വെച്ചപ്പോൾ ഇഷ്ടമായി. അങ്ങനെ അത് സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ താഴെ ചെറിയ കോഡ്സ് കൊടുത്തിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഡബിൾ സൈഡ് ടാപ്പ് ലീഫിൻ്റെ ബാക്കിലായിട്ട് വെച്ചിട്ട് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിനെ അവിടെ ഒട്ടിച്ചിട്ട് നമുക്ക് വോളിലൊക്കെ ഡബിൾ സൈഡ് ടാപ്പ് ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുത്താൽ വെക്കാൻ പറ്റും. സോ ഞാൻ ശരിക്കും ഫസ്റ്റ് കാർഡ്ബോർഡ് ഫ്രെയിമാണല്ലോ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഞാൻ ഏതെങ്കിലും ഒരു കോട്ട് എടുത്തിട്ട് അതിൽ ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഇതാണ് ഫ്രെയിം ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എടുത്ത ഏതാണോ നമുക്ക് ഫ്രെയിം ചെയ്യേണ്ടത് ആ പിക്ക്
ആ ഫോട്ടോ എടുത്തിട്ട് കാർഡ്ബോർഡിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് എന്താ ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഫ്രെയിമിൻ്റെ മേലെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് സൈഡിലൂടെ. അപ്പോൾ നമുക്ക് അവിടെ ഒരു അരയിഞ്ച് വേണം ഈ ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് വേണം ഈ ഫോട്ടോൻ്റെ മേലയിൽ. പിന്നെ 1 സെൻറ്റിമീറ്റർ വീതിയിലാണ് നമ്മൾ ഫ്രെയിം ഉള്ളത്. അപ്പോൾ ടോട്ടൽ 1.5 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഫ്രെയിം ടോട്ടൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഫ്രെയിമിനെ കവർ ചെയ്യുന്നത്, ഞാനിപ്പോൾ ബ്ലാക്ക് ചാർട്ട് പേപ്പറിലാണ് ഈ ഫ്രെയിമിനെ കവർ ചെയ്യുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ട്യൂട്ടോറിയൽ ചെയ്ത പോലെ തന്നെയാണ്. പേപ്പറിൻ്റെ മേലെ ഫ്രെയിം വെച്ച് കൊടുത്തിട്ട് ഫുള്ള് ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കും. ക്രോസായിട്ട് അതിന് ഒരു ഡീറ്റെയിൽ നൈഫ് കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ എക്സസ് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കി വരുന്നത് അവിടെ ഒട്ടിച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഇത് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡബിൾ സൈഡ് ടാപ്പാണ്. നിങ്ങൾക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം, അല്ല സെല്ലോ ടാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്ത ഫ്രെയിമിനാണ് നമ്മൾ ഏതാണോ പിക്ക് വേണ്ടത് അതിൻ്റെ മേലിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഗ്ലൂ ചെയ്തിട്ട് അവിടെ സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് എൻ്റെ വോളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.